ഇപ്പോൾ മുനമ്പം സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് ബെന്നി, നമുക്കറിയാം മുനമ്പം ജനത ഇന്ന് അനുഭവിക്കുന്ന തീരാ ദുരിതം. ക്രയവിക്രയങ്ങൾക്കോ ഭൂമി പണയം വയ്ക്കുന്നതിനോ തങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കോ ഒരു ലോൺ എടുക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ജനപ്രതിനിധികളൊന്നും തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല. എന്തായാലും സമരം ശക്തമാക്കാനുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് അടിയന്തിരമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. ആ സമയത്ത് ഒരു ആശ്വാസകരമാവുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ശാശ്വതമായ ഒരു പരിഹാരം ഈ ജനത്തെ 610 കുടുംബങ്ങൾക്ക് നേടിത്തരും, അതിനുള്ള സംവിധാനം ഒരുക്കിത്തരും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ആശ്വാസമാണ്. എന്നിരുന്നാലും നിയമത്തിൻ്റെ കുരുക്കുകളിൽ അതെത്രമാത്രം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, എങ്ങനെയൊക്കെയാണെങ്കിലും ശരി ശാശ്വതമായ ഒരു പരിഹാരം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നൂറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ 34 വർഷം ഫറൂഖ് കോളേജുമായിട്ട് ഞങ്ങളുടെ, അതായത് ഈ താമസക്കാരുടെ പിതാക്കന്മാരുടെ ഭൂമിയായിരുന്നു. ആ ഭൂമി ഇടക്കാലത്ത് വെച്ച് സിദ്ദിഖ് സേട്ട് വരുന്നു. ആ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് പൊസഷൻ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഡോക്യുമെൻ്റ് പ്രകാരം സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൈമാറുന്നു. ഫറൂഖ് കോളേജുമായിട്ടാണ് 34 വർഷം ഞങ്ങൾ കേസുകൾ നടത്തിയത്, പല കോടതികളിലായി. അങ്ങനെ ആ കാലഘട്ടത്തിലെല്ലാം ഞങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനോ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ജോലിക്ക് ശരിയായി പോകുന്നതിനോ ഒന്നും സാധിച്ചിരുന്നില്ല. അന്നത്തെ 218ഓളം വരുന്ന കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് പലരും സംഘം ഇങ്ങനെ ഓരോരുത്തരായിട്ട് മാറിയാണ് ആ കേസുകൾ നടക്കുന്നതിന് സംഘടന ഉണ്ടാക്കി തിരഞ്ഞെടുത്ത് പോന്നിരുന്നത്. ആ സമയത്തെല്ലാം വലിയ തിക്താനുഭവങ്ങളാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത്. പക്ഷെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടും. ഇവർക്ക് ഫറൂഖ് കോളേജിന് ഈ ഭൂമി ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് ഞങ്ങൾ വാങ്ങി ഞങ്ങൾക്കിവിടെ സ്ഥിരമായും സന്തോഷമായും ജീവിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ വളരെ വലിയ വില കൊടുത്ത് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ പിതാക്കന്മാർ ആ സ്ഥലം 89 മുതൽ 93 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്വന്തമാക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംസ്കാരത്തിന്, ഒരു സമാധാനപരമായ ജീവിതത്തിന് തുടക്കം കുറിച്ച് 33 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഒരു ഇടുത്തി വീഴുന്നത് പോലെ ഈ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമാധാനത്തെയും മതേതരത്വത്തെയും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളെ എല്ലാം തളർത്തിക്കളഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു വഖഫ് നിയമത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇത്രയും ശക്തിയായിട്ടുള്ള ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഈ 3 വർഷക്കാലം 2 വർഷവും 9 മാസവുമായി ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ തിക്താനുഭവങ്ങൾ, ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ അമ്മമാർക്കും സഹോദരികൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സൈഡിൽ നിന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ നിന്നും പണം എടുത്തിട്ടുണ്ട്, എല്ലാവരും തന്നെ വീടുകളെല്ലാം മനോഹരമാക്കി പണിതിട്ടുണ്ട്, വാഹനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ ലോണുകൾ എടുത്തിട്ടുണ്ട്, വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ലോണുകൾ അതെല്ലാം ഞങ്ങൾ എടുത്തിട്ട് കൃത്യമായിട്ട് ഞങ്ങളുടെ, കാരണം അതായത് മാതാവും പിതാവും മക്കളും എല്ലാം ജോലിക്ക് പോയി അതെല്ലാം സന്തുലിതാവസ്ഥ വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്രകാരമുള്ള ഈ വായ്പകളെല്ലാം ഒറ്റയടിക്ക് ബ്ലോക്കായി പോകുന്നത്. പക്ഷേ ബാങ്കുകാരോ സമ്മതിക്കുകയില്ലല്ലോ. നമ്മൾ അതേപോലെ തന്നെ പലരിൽ നിന്നും കടം വാങ്ങുന്നത് അതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ നിത്യജീവിതത്തിൻ്റെ ഭാഗത്തിലുണ്ടാകുന്ന ഓരോ ആവശ്യത്തിനും എല്ലാത്തിനും ഒന്നിനും പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരന്താവസ്ഥയിലാണ് ഞങ്ങൾ ഈ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എത്രയോ ഈ 3 വർഷം, അതായത് നമുക്കറിയാം ഒരു പ്രളയം വന്നു, അതിൻ്റെ ദുരന്തഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് തീരപ്രദേശത്തിലുള്ള ആളുകൾക്ക് അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഓഖി വന്ന സമയത്തും ഞങ്ങൾ തന്നെ അനുഭവിച്ചു വന്നു. അതിനുശേഷം കൊറോണ വന്നപ്പോൾ തീരപ്രദേശത്തിനെയാണ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. കാരണം ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലാണ്. ഹാർബറുകളെല്ലാം അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നത്. ഫിഷിംഗ് ബോട്ടുകളിൽ ഇപ്പോൾ കൂട്ടമായിട്ട് പോകാൻ പറ്റാത്ത സംവിധാനത്തിൽ എല്ലാവരും പെരക്കകത്ത്
ഇരിക്കുന്ന സമയത്താണ് അതൊന്ന് കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് മോചനം കിട്ടി കൃത്യമായി പണിക്ക് പോയി ജോലിക്ക് പോയി പണം സ്വരൂപിച്ച് അന്ന് വന്ന ദുരന്തങ്ങളെയെല്ലാം നിവർത്താൻ ശരിയായ രീതിയിൽ പാകം ചെയ്യുമ്പോഴാണ് ഈ 3 വർഷമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഏറ്റവും ദുരന്തത്തിലേക്ക് വീണിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണ നമ്മളെ ഈ സമൂഹത്തിനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന്. അതേപോലെ തന്നെ ഓഖി വന്നപ്പോഴും പ്രളയം വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിലൊന്നും ഫിഷിംഗ് ബോട്ടിലൊന്നും പോകാൻ സാധിക്കുമായിരുന്നില്ല. അതങ്ങനെ എല്ലാ തരത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ വീണ്ടും ശ്രീ ജോസഫ് ബെന്നി, നമുക്കറിയാം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് മേലാണ് ഇപ്പോൾ ഇടുത്തി പോലെ ഈ വഖഫ് അധിനിവേശ നോട്ടീസ് കൂടി വന്നിരിക്കുന്നതെന്നുള്ളത്. ശ്രീ ജോസഫ് ബെന്നി, താങ്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു, അതിൽ ഒരു പരിഹാരം കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ളത്. രാഷ്ട്രീയപരമായി ചില കാര്യങ്ങൾ കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 610 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സജീവമായി ഇടപെടാൻ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഇടത് വലത് മുന്നണികൾ തയ്യാറായില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ ആയിരുന്നില്ലേ? കാരണം മുനമ്പം വിഷയം വഖഫ് വിഷയമല്ല എന്ന രീതിയിൽ വളച്ചൊടിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ നമുക്കറിയാം ക്രൈസ്തവ സഭകളടക്കം BJP അടക്കം എന്താണ് ഇതിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും LDFിൻ്റെയും നിലപാട് എന്നുള്ള പരസ്യ ചോദ്യവുമായി വന്നപ്പോഴാണ് അവർ ഒരു അടിയന്തര ചർച്ചയ്ക്ക് പോലും തയ്യാറായത്. അപ്പോഴും കൃത്യമായൊരു ഉറപ്പ് കിട്ടുന്നില്ല, ഒരു വാഗ്ദാനം നൽകുന്നില്ല. പകരം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ചൂടാറി തണുക്കുമ്പോൾ നിങ്ങളെ വീണ്ടും ഇവർ മറന്നുപോകാം എന്നൊരു ഭീതി താങ്കൾക്ക് തോന്നുന്നുണ്ടോ?